നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെയും വിശേഷങ്ങൾ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അലീന ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അച്ഛനാണെങ്കിലും പോയിട്ട് ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല, വീട്ടിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല. ആ ഒരു വിഷമത്തോട് കൂടിയിട്ട് അലീന ഇരിക്കുമ്പോഴാണ് ആന്റെ അപ്പൻ അങ്ങോട്ടേക്ക് വരുന്നേ. ആന്റെ അപ്പം വന്നിട്ട് പറഞ്ഞു, കേണൽ സാബ് വിളിക്കുന്നുണ്ട്, സിറ്റ് ഔട്ടിലുണ്ടെന്ന് പറഞ്ഞു. അലീന കൈ കൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അറിയില്ലാന്ന് ആന്റെ അപ്പൻ ചുമൽ കൂച്ചിട്ട് ആന്റെ അപ്പൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അലീന സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്നു. മുറ്റത്തുള്ള കസാരയില് സ്റ്റാലിൽ ഇരിക്കുന്ന കണ്ടു. അടുത്ത് തന്നെയായിട്ട് വേറൊരു കസാര എടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ തനിക്കിരിക്കാനുള്ളതാണ് അലീനയ്ക്ക് മനസ്സിലായി. അങ്ങനെ അലീന അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, വാ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അലീന കസാര പോയിരുന്നു. അതെ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് സംസാരിച്ചോളാൻ പറഞ്ഞു. അതെന്താ, ഇത് സംസാരിക്കാനുള്ള സമയമാണോ? അലീനയ്ക്ക് അങ്ങനെ ചോദിക്കാനാ പെട്ടെന്ന് തോന്നിയത്. എല്ലാം ഒരു പട്ടാളച്ചിട്ട പോലെ. അലീനയ്ക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അല്ല, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് അലീനയുടെ കയ്യിൽ നിന്ന് ഫോൺ ബെല്ലടിച്ചു. നോക്കിക്കഴിഞ്ഞപ്പോ രോഹിത വിളിക്കുന്നത്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അലീന പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. അലീന ചേച്ചി എന്നുള്ള വിളിയൊച്ച കേട്ടതും അലീനയുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു വന്നു. അതെ ചേച്ചി എന്തെടുക്കാടെ? ഒന്നും എടുക്കല്ല, വെറുതെ ഇരിക്കുന്നു. അച്ഛനെത്തിയോ? അച്ഛനെത്തി, ഇവിടെ എല്ലാരും ഉണ്ട്, മനുവേടനും എല്ലാരും ഉണ്ട് എന്ന് പറഞ്ഞു. ചേച്ചി പോയതോടുകൂടി ഈ വീട് ആകപ്പാടെ ഉറങ്ങിയ പോലെയായി. ദേ, ഒരു കാര്യം ഞാൻ പറയാം, ആഴ്ചയുള്ള ഒരു ദിവസമെങ്കിലും അവധി വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അലീനയ്ക്ക് ചിരി വന്നു. അലീന പറഞ്ഞു, ആഴ്ചയിൽ ഒരു ദിവസമോ? നന്നായി, ഇത് രാജ്യം വേറെയാ മോനെ. ഇവിടെ പട്ടാള ഭരണമാന്ന് തോന്നേ. ആഴ്ചയിൽ ഒന്ന് പോയിട്ട് വർഷത്തിൽ ഒന്ന് ലീവ് കിട്ടുന്ന കാര്യം സംശയമാ. ഇത് പറയുന്നതിനിടയ്ക്കല്ല അലീന പതുക്കെ തലചരിച്ച് സ്റ്റാലിനെ ഒന്ന് നോക്കി. സ്റ്റാലിക്ക് ഒരു കുലുക്കോ ഇല്ല, ഹനങ്ങാപ്പാറ പോലെ സ്റ്റാലിൻ ഇരിക്കുകയാണ്. അലീന പെട്ടെന്ന് എന്ത് ചെയ്തു? എഴുന്നേറ്റു. അതെ, നീയേ രേവതിക്കുട്ടി അങ്ങനെ വിളിക്കുവാണെങ്കിൽ പറഞ്ഞേക്കണം. രേവതിക്കുട്ടിയോട് നാളെ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാന്ന്. മാമച്ചനങ്ങളോടും ആന്റിയോടും അവരോടൊക്കെ എന്റെ കാര്യങ്ങളും കൂടെ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു സമയം സംസാരിച്ചു. ഈ സമയത്ത് എല്ലാരും രോഹിത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ഉടൻ രോഹിത്തിന്റെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അലീനയുടെ നിർദ്ദേശം വന്നു. അതെ, ഇനി ബബിതയ്ക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. മനസ്സോടെ ആണെങ്കിലും ബബിതയ്ക്ക് ഫോൺ കൊണ്ടേ കൊടുത്തു. ബബിതയ്ക്ക് ഫോൺ കിട്ടി കഴിഞ്ഞ ഉടനെ ബബിത പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മനുഷ്യൻ ചോദിച്ചു, നീ ഇതങ്ങോട്ട് എഴുന്നേറ്റ് പോന്നേ? അതെ, എനിക്ക് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതെന്താ, മറ്റാർക്കും ഇല്ലാത്തൊരു കൺസെഷൻ നിനക്ക് മാത്രം? അപ്പോഴേക്കും ബബിത ഫോണും എടുത്തോണ്ട് കാതോട് ചേർത്ത് പിടിച്ച് സംസാരിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അത് കണ്ട ഉടനെ കൃഷ്ണൻ പറഞ്ഞു, പഠിച്ച കളിയാ മനുവേട്ടാ. എന്താന്നറിയാവോ? അതെ, ബബിത വെച്ചിട്ട് കണ്ണി വെള്ളം നിറയുന്ന ആരും കാണരുത്. അവൾക്ക് സങ്കടം വന്നിട്ടോ ഒച്ച പതറിപ്പോയോ അതാരും കേൾക്കുകയും ചെയ്യരുത്. അവൾക്ക് ഇത്തിരി ചക്കര വർത്താനമൊക്കെ പറയണം. പറഞ്ഞാലും അതാരും അറിയരുത്. അല്ലെങ്കിൽ നമ്മളെപ്പോലൊന്നും അല്ല, ഒച്ച താഴ്ത്തി സംസാരിക്കും. കിന്നാര പറയുന്ന പോലെ പതുക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ശരിയാ, അങ്ങനെയാണ് ബബിത സംസാരിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് കുശുമ്പ് കലർത്തിയാണ് കൃഷ്ണമോൾ അത് പറയുകയും ചെയ്തേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്കരോട്, നിന്നെ സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ. നിന്റെ ദീർഘവീക്ഷണം, നീ അങ്ങനെ തുറന്നു കയറി നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പിന്നെ എനിക്കറിയാം ഓരോരുത്തരുടെയൊക്കെ കള്ളത്തരങ്ങളൊക്കെ, ഞാൻ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ എന്ന് മനുഷ്യങ്കരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, നീ അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ബബിത ഫോണും കൊണ്ടുവന്ന് കൃഷ്ണമോളുടെ കയ്യിലേക്ക് കൊടുത്തു. അടുത്തുള്ള അവളുടേതാണ്. ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ, എങ്കിൽ ഗുഡ് നൈറ്റ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഓടാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ബബിത പറഞ്ഞു, കണ്ടില്ലേ, ഇപ്പൊ കണ്ടില്ലേ അവളൊന്ന് ഓണായത് കണ്ടോ? ശരിയാ. രോഹിത് പറഞ്ഞു, ഇത്ര സമയം മൊത്തത്തിൽ വീക്കായിരുന്നു. അലീന ചേച്ചി ചാർജ് ചെയ്തതിന്റെ തിമിർപ്പ് അതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൃഷ്ണമോൾ ഇച്ചിരി സമയം മാറിപ്പോയി സംസാരിച്ചിട്ട് മനുഷ്യങ്കറിന് ഫോൺ കൈമാറി. അങ്ങനെ എല്ലാരും സംസാരിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യങ്കറിനാണ് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നിനക്ക് അവിടെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ? പരിചയപ്പെട്ടു വരുന്നല്ലേ ഉള്ളൂ മനുവേട്ടാ. താമസമൊക്കെ തരക്കേടില്ലെന്ന് പറയാം, കുഴപ്പമില്ല. ഫുഡൊക്കെ കഴിച്ചോന്ന് ചോദിച്ചു. കഴിച്ചു. പിന്നെ വിളിക്കുമ്പോ എല്ലാം വിശദമായിട്ട് പറയണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പറയാം. അല്ല, മനുവേണ്ട എന്താ വീട്ടിൽ പോകാതെ? പോകണം, കുറച്ച് കഴിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞു. അല്ല, അച്ഛനൊന്ന് ഫോൺ കൊടുക്കാവോ? അതെന്താ കൊടുക്കാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രന്റെ അടുത്തുകൊണ്ട് ഫോൺ കൊടുത്തു. ബാലേന്ദ്രന്
ഫോൺ മേടിച്ച് കഴിഞ്ഞപ്പോ അലീന പറഞ്ഞു, അച്ഛൻ നല്ല ആളാ, ഇവിടുന്ന് പോയിട്ട് എന്നെ ഒന്നും വിളിച്ചു പോലും ഇല്ലല്ലോ. ഓഹോ, അപ്പൊ നിനക്ക് എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പാടില്ലായിരുന്നോ? ക്യൂവിന്റെ ഏറ്റവും പിന്നറ്റത്താണ് എന്റെ സ്ഥാനമല്ലേ? അത് കേട്ട് കഴിഞ്ഞപ്പോ അലീന പറഞ്ഞു, അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞേ? അല്ലെ, ഏറ്റവും അവസാനം എന്തെങ്കിലും അങ്ങ് ഫോൺ കൊടുക്കാൻ പറയുമെങ്കിലും ചെയ്തല്ലോ. അതെ, എനിക്ക് അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടാ. അതെന്താ? അച്ഛന് പോയിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ? വിളിക്കുമായിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അച്ഛനല്ലേ ഏറ്റവും ക്ഷമയുള്ള ആള്. എനിക്ക് അച്ഛനോട് കുറെ സമയം സംസാരിക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ ഏറ്റവും അവസാനം അച്ഛൻ്റെ ഈ ഫോൺ തരാൻ പറഞ്ഞേ. അല്ല, എങ്ങനെയുണ്ട് പുതിയ താമസമൊക്കെ? ഇഷ്ടപ്പെട്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചു. അച്ഛാ, അതൊക്കെ ഇണങ്ങാനായിട്ട് കുറെ സമയം പിടിക്കും. എന്നെ ഇവിടെ എത്തിച്ചിട്ട് അച്ഛനും കൂടെ പെട്ടെന്ന് പോയില്ലേ? ഇന്ന് പോവണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേന്ന് ചോദിച്ചു. ഇതൊക്കെ പറഞ്ഞിട്ട് അലീന ഇടയ്ക്കിടയ്ക്ക് സ്റ്റാലിയെ നോക്കുന്നുണ്ടായിരുന്നു. അയാളാണെങ്കിലോ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടത്ത് വെച്ച് അത് വലിച്ചോണ്ടിരിക്കുക. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്കവിടെ പ്രശ്നമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല അച്ഛാ, എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ തോന്നുന്നുണ്ട്. അച്ഛൻ എന്താ പറഞ്ഞേ? രാജകുമാരി ആക്കുമായിരുന്നല്ലേ പറഞ്ഞെന്നെ, ഒരു അത്ഭുത ലോകത്തേക്ക് വിടുവാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നില്ലെന്ന്. എനിക്ക് അച്ഛന്റെ അടുത്ത് നിന്നാ മതിയായിരുന്നു. ഇവിടുത്തെ രാജകുമാരി ആകുന്നേക്കാൾ നല്ലത് എനിക്ക് അവിടുത്തെ വേലക്കാരിയാന്ന് അച്ഛാ, വേലക്കാരി ആവുന്നതായിരുന്നു. ഇത് പറഞ്ഞിട്ട് അലീന വീണ്ടും സ്റ്റാൻലി ഒന്ന് നോക്കി. അയാളാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ലെന്ന മട്ടിൽ അറിയാതിരിക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, സാരമില്ലെന്നേ, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛാ ഞാനിങ്ങോട്ട് പോന്ന് കരുതിയിട്ട് അച്ഛൻ മരുന്നൊന്നും മുടക്കരുത് കേട്ടോ. അറിയാലോ, കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. പിന്നെ ആഹാര നിയന്ത്രണമൊക്കെ ഉണ്ടായിരിക്കണം. കൃഷ്ണമോളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛന് ദേഷ്യം പിടിക്കാൻ പാടില്ലെന്നറിയാലോ. അമ്മ വരുമ്പോ വഴക്കിനൊന്നും നിന്നേക്കണ്ട. കാരണം ബാലേന്ദ്രന്റെ സ്വഭാവം അറിയാം. വൈജ വന്നിട്ടുണ്ടെ വെറുതെ വിടില്ലെന്നും അറിയാം. പിന്നെ ഇനി എന്നെ പേടിക്കണ്ടെന്ന് കരുതിയിട്ട് എങ്ങാനും മദ്യപാനം അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ അറിയാലോ. എങ്ങനെയാണെങ്കിലും ഞാനതറിയും. അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗുണത്തെക്കാളും ദോഷ ചെയ്യുന്നതെന്ന് ഓർമ്മ വേണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉറപ്പിക്കുകയാണ്. ഈ സമയത്ത് അലീന സ്റ്റാലിയെ നോക്കി. കാരണം സ്റ്റാലി ഒരു സിഗരറ്റ് കത്തിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. താനീ പറഞ്ഞ കേട്ടിട്ട് എന്തേലും ഭാവവ്യത്യാസം മുഖത്തുണ്ടോ, ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ അലീനയ്ക്ക് സംശയമായി. അങ്ങനെ കുറെ സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാലേന്ദ്രന്റെ കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചതിന് ശേഷമാണ് അവൾ ഫോൺ ഓഫ് ചെയ്തത്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി ചോദിച്ചു, അലീനയ്ക്ക് ബാലേന്ദ്രൻ മേനോനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേന്ന് ചോദിച്ചു. അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതെന്റെ സ്വന്തം അച്ഛനായിരുന്നെങ്കിൽ ഞാൻ എത്ര വട്ടം ആലോചിച്ചിട്ടുണ്ടായിരുന്നറിയോ, എത്ര കൊതിച്ചിട്ടുണ്ടായിരുന്നറിയാവോ. അലീനയ്ക്ക് തെല്ലു വാശിയുണ്ടായിരുന്നു. വാശിയോടെയാണ് പറഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ വന്നിട്ട് ഒരു പട്ടാള ചിട്ടയോട് കൂടിയിട്ടാണ്. സ്വന്തം മോളെ ആദ്യമായിട്ട് കാണുന്നതിന്റെ ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ടൊന്നുമല്ല. ആ വാക്കുകളൊക്കെ അളന്നും തൂക്കിയൊക്കെയാ സംസാരിക്കുന്നത്. അത് അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് സ്റ്റാലി പറഞ്ഞു, സംസാരം കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അലീന വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. അലീന പറഞ്ഞു, അച്ഛനായാലും ഇങ്ങനെ വേണം. അതുപോലെ അച്ഛനെ കിട്ടാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ലെന്ന് തോന്നും. മേനോനോട് പറഞ്ഞു, നിന്നെ സ്വന്തം മകളെ പോലെ നോക്കിയിരുന്ന അയാൾക്ക് നിന്നോട് ഇത്രയും കടപ്പാട് സ്നേഹം വേണം, ഒട്ടും കൂടുതലൊന്നും അല്ലാന്ന് പറഞ്ഞു. സ്റ്റാൻലി ജോസഫ് എഴുന്നേറ്റിട്ട് പിന്നീട് പറഞ്ഞു, അതെ, വാച്ചിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, പോയി കിടന്നോ, ഇനി ഉറങ്ങണ്ടേ, എന്താവശ്യം ഉണ്ടെങ്കിൽ ആന്റപ്പനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, എനിക്കൊരാവശ്യമില്ല. അലീന ഇടയ്ക്ക് കയറി പറഞ്ഞു, ഓക്കെ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ജോസഫ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്കാണെങ്കിലും വല്ലാത്തൊരു വിഷമം തോന്നി. അലീന സ്വന്തം മുറിയിലേക്ക് പോരുകയും ചെയ്തു. മുറി വന്ന് ലൈറ്റൊക്കെ അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് വല്ലാത്തൊരു പേടി. വാതിൽ ശരിക്കും അടച്ചോ, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു പരിചയവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി അകത്തെങ്ങാനും വല്ല കള്ളന്മാരൊക്കെ ഉണ്ടോ? ഇത്രയും വലിയ വീടാണ്. അലീന കട്ടിലിനടിയിലും അവിടെ അലമാരിക്കീഴിലും എല്ലാം നോക്കി. സാധാരണഗതിയിൽ ഇത്രയും നാൾ ഒരു കുഞ്ഞു മുറിക്കകത്തായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. ഇത്രയും വലിയ വീടും മുറി ഒന്നും അവിടെ ഒന്നും കിടന്നിട്ടില്ല. ആകപ്പാടെ വലിയ വീടെന്ന് പറഞ്ഞാൽ കടപ്പാട്ടി വീടും കൊല്ലപ്പള്ളി വീടുമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അലീനയാണെങ്കിൽ ബെഡിലേക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നല്ല ബെഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഒരു രക്ഷയില്ല. അവിടെ കിടക്കുന്നതിന്റെ ഒരു സുഖം വേറെയാണ്. ആ നിലത്താ പാവിരിച്ച് കിടക്കുമ്പോ ഒടുവില് കമിഴ്ന്ന് കിടന്നു വരെ നോക്കി. അലീനയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവള് തന്നോട് തന്നെ പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ, അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തേൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ. അവൾക്കാണ് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും സങ്കടവും ദേഷ്യം വന്നു. പിന്നീട് അലീന എഴുന്നേറ്റ് പുറത്ത് സോഫയിൽ പോയിരുന്നു. എന്നിട്ടും ഉറക്കം വരുന്നില്ല. കാരണം വീട് മാറിയതിന്റെ ആയിരിക്കും. പക്ഷെ ഇവിടെ തനിക്കൊരു പരിചയമില്ലോ, ആ ഒരു ചിന്ത കൊണ്ടായിരിക്കും എന്നൊക്കെ അലീന ഇങ്ങനെ മനസ്സിലോർത്തു. ഈ സമയം പിന്നീട്
അത്താഴം കഴിഞ്ഞ് ഗ്രേസമ്മയോടൊപ്പം രേവതിക്കുട്ടി സിനിമ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഫോണും പൊക്കി പിടിച്ചോണ്ട് മാമച്ചൻ അങ്ങോട്ടേക്ക് വരുന്നേ. നിന്റെ തലയുടെ ഈ കുന്ത്രാണ്ടെന്ന് ചോദിച്ചു. രേവതിക്കുട്ടിയോട് തട്ടിക്കേറിക്കൊണ്ടാ ചോദിക്കുന്നത്. അതെ അതെ, എന്താ പറ്റിയത്? രേവതിക്കുട്ടി ചാടി എഴുന്നേറ്റ് ആ ഫോൺ പിടിച്ചു വായിക്കൊണ്ടാണ് ചോദിക്കുന്നത്. അതെ, കുറെ നേരമായിട്ട് ആ ടേബിളിൽ കിടന്നത് അടിച്ചോണ്ടിരിക്കുക. അനാഥ കുഞ്ഞിനെ പോലെ നിലവിളിക്കുന്നു. ആര് കേൾക്കാനായിട്ട്? ഇതിന്റെ അമ്മയുടെ ഹോം തിയേറ്റർ സിനിമ കണ്ട് സ്ഥലകാല ബോധം മറന്നിരിക്കുവല്ലേ? അയ്യോ, ഞാൻ കേട്ടില്ലെങ്കിൽ ആരെ വിളിച്ചേ? ഇടി ടിവിയുടെ വോളിയം കുറെ കൂടി കൂട്ടി വെക്കടി, മാമച്ചൻ പരിഹസിച്ചു. രേവതിക്കുട്ടിക്ക് മനസ്സിലായി തന്നെ കളിയാക്കിയതെന്ന്. നോക്കിക്കഴിഞ്ഞപ്പോ 5 മിസ്ഡ് കോള്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി രോഹിത്തേട്ടനെന്ന്. രോഹിത്തേട്ടനോ? പെട്ടെന്ന് രേവതിക്കുട്ടി എന്ത് ചെയ്ത് ഫോണും എടുത്തോണ്ട് അങ്ങോട്ട് പോയിട്ട് ഗ്രേസമ്മയോട് പറഞ്ഞു, ആന്റി ഞാനിപ്പോ വരാന്ന് പറഞ്ഞു. അങ്ങനെ ഫോണുമായിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും വീണ്ടും ഫോൺ ബെല്ലടിച്ചു തുടങ്ങി. രോഹത്തിന്റെ 6ാമത്തെ കോളാണ്. രേവതിക്കുട്ടി ഫോണും കാതോട് പിടിച്ച് അവിടെ പോയി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ വീരൻ, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞു. അതെ, ഗുഡ് ഈവനിങ് ഒന്നും അല്ല. എന്താ വീര? ഞാനാ രേവതിക്കുട്ടി. എന്താ ഒന്നും മിണ്ടാത്ത എന്താന്ന് ചോദിക്കണം. കുറെ സമയം ഹലോ ഹലോ പറഞ്ഞു. പിണങ്ങിയോ? ഇനി ഇഷ്ടപ്പെട്ടില്ലേ? കുറെ തവണ വിളിച്ചോണ്ടാണോ? സാധാരണ വീര എന്ന് വിളിച്ചു കേട്ട അടുത്ത നിമിഷം പോടി മരം കൊത്തിയെന്ന് അട്ടഹാസം വിളിക്കുന്ന ആളാ. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഒരു മിണ്ടാട്ടമൊന്നുമില്ല. രേവതിക്കുട്ടി സംശയമായി. രോഹിത്തേട്ടാ, എന്താ മിണ്ടാത്തേ? അതെ, ആ ലീന ചേച്ചി പോയി. പോയാ? രേവതിക്കുട്ടി നടുങ്ങിപ്പോയി. എന്താ പറ്റിയെന്നറിയത്തില്ല. എങ്ങോട്ട് പോയെന്നാ? എനിക്കൊരു സ്ഥലപ്പേര് മാത്രം അറിയുള്ളൂ, കുളത്തൂപ്പുഴ. രോഹിത്തേണ്ണൻ എന്താ പറയണേ? രോഹിത്തേണ്ണന് പോലും അറിയില്ലേ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം. അച്ഛനാ കൊണ്ടേ വിട്ടത്. അച്ഛൻ വേറൊന്നും പറഞ്ഞൊന്നുമില്ല. അച്ഛനോട് ചോദിച്ചാല് അച്ഛൻ പറയില്ലേന്ന് ചോദിച്ചു. അതിപ്പം ഞാൻ അതങ്ങനെ ചോദിക്കാനൊന്നും പോയില്ല. അച്ഛനാണെങ്കിൽ നല്ല സ്ഥലമാന്നൊക്കെ പറഞ്ഞോണ്ടാ അലീന ചേച്ചിയെ കൊണ്ട് പോയത്. അവിടെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞോണ്ട്. അല്ല, എന്നിട്ട് എന്നെ അലീന ചേച്ചി വിളിക്കുവാൻ പറയുകയൊന്നും ചെയ്തില്ലല്ലോ, അതെന്താ? ആ, ചിലപ്പോ അലീന ചേച്ചി അവിടെ ചെന്നിട്ട് തിരക്കിലായിരിക്കും. ചിലപ്പോ നാളെ നിന്നെ വിളിക്കും. പിന്നെ എന്നെ ഒന്ന് ചെന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്നെ വിളിച്ച് കുഴപ്പമൊന്നുമില്ല, നാളെ വിളിക്കാന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു. അല്ല, അലീന ചേച്ചിയെ വിളിക്കാൻ വേറെ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? അതെ, നമ്പറൊക്കെ അലീന ചേച്ചിയുടെ പഴയ നമ്പർ തന്നെയാ. പക്ഷെ ഇപ്പൊ അങ്ങോട്ടേക്ക് വിളിക്കണ്ട. നാളെ രേവതിക്കുട്ടിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിക്കാന്ന് അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്താ നാളെ? അതൊന്നും എനിക്കറിയില്ല. അലീന ചേച്ചി ചെന്നപ്പെട്ടിരിക്കുന്ന സ്ഥലം അങ്ങനെ ഒരു സ്ഥലമാന്നാ തോന്നേ. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിപ്പോയി രേവതിക്കുട്ടിക്ക്. അല്ല, രോഹിത്തേണ്ട അച്ഛനല്ലേ കൊണ്ടുവിട്ടെ. ഇനി കുഴപ്പമൊന്നും വരാൻ വഴിയില്ല. ഇനി എന്തേലും കുഴപ്പമുണ്ടോ? അപ്പോഴേക്കും രോഹിത്തൊന്നും മിണ്ടിയില്ല. രോഹിത്തേട്ടാ വീണ്ടും രേവതിക്കുട്ടി വിളിച്ചു. എന്താ? രോഹിത്തേട്ടന് വലിയ വിഷമല്ലേ അലീന ചേച്ചി പോയതുകൊണ്ട്. അത് പിന്നെ ഇത്ര പെട്ടെന്ന് ഞാൻ പോകുന്നു വിചാരിച്ചില്ല രേവതിക്കുട്ടി. ഞങ്ങൾ ആരും വിചാരിച്ചില്ല. അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നപ്പോ എന്തൊരു ധൈര്യമായിരുന്നു അറിയാവോ? എനിക്ക് മാത്രമല്ല, അച്ഛനും അതുപോലെ തന്നെ കൃഷ്ണയ്ക്കും ഭവതിക്കും എല്ലാവർക്കും. പോയി കഴിഞ്ഞപ്പോഴാണ് ആ വേദനയും വിഷമം മനസ്സിലായത്. സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ആശ്വസിപ്പിക്കുകയാണ്. അതെ, പോയതിലല്ല വിഷമം. അലീന ചേച്ചി ഞങ്ങൾക്ക് നന്നാ സ്നേഹം ഉണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കുറച്ച് സമയമല്ലേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എത്രമാത്രം ദ്രോഹിച്ചു. ഞങ്ങളൊന്ന് സ്നേഹിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും പെട്ടെന്ന് രോഹത്തിന്റെ പിടിവിട്ടുപോയി. രോഹത്തിന് കരച്ചില് തൊണ്ടക്കുഴി ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. അത് രേവതിക്കുട്ടിക്ക് മനസ്സിലായി. അയ്യേ, രോഹിത്തേട്ടൻ ഇത്ര തൊട്ടാവാടിയാണോ? സാരമില്ലെന്ന് പറഞ്ഞില്ലേ, അലീന ചേച്ചി പോയാലും തിരിച്ചു വരും. രോഹിത്തേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അതെ, രോഹിത്തേട്ടൻ എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നേ? എന്താണെങ്കിലും അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരത്തില്ലേ എന്നൊക്കെ ചോദിക്കണം. സാരമില്ല, വരൂല്ലേ. എന്നാലും എനിക്ക് അലീന ചേച്ചി എവിടെ പോയാലും അലീന ചേച്ചിക്ക് നല്ലത് മാത്രം പറഞ്ഞൊരു പ്രാർത്ഥനയുള്ളൂ രേവതിക്കുട്ടി. എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ഇനിയിപ്പം വന്നില്ലെങ്കിലും ശരി, ഞാൻ അങ്ങോട്ട് പോയി കാണൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് ഫോൺ കട്ട് ചെയ്യുന്നേ. അപ്പോഴേക്കും രേവതിക്കുട്ടിക്കും ഭയങ്കര വിഷമമായി. കാരണം രേവതിക്കുട്ടിക്ക് തോന്നി ഇത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു രോഹിത്തേണ്ണൊക്കെ അലീന ചേച്ചിയോട്. ഇതൊന്നും ശരിക്കും പക്ഷേങ്കിൽ ഇതിനു മുമ്പൊന്നും പ്രകടിപ്പിച്ചിട്ട് പോലും ഇല്ല. എന്നാലും ഇപ്പോഴാണ് ആ സ്നേഹത്തിന്റെ ആഴം എത്രയെന്ന് രോഹിത്തേണ്ണൊക്കെ തിരിച്ചറിയുന്നേ എന്നുള്ള കാര്യം രേവതിക്കുട്ടിക്ക് മനസ്സിലായി. ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് രേവതിക്കുട്ടി ഹാളിലേക്ക് വീണ്ടും വന്നിട്ട് ഗ്രേസമ്മ വിളിച്ചു, അങ്കിൾ എന്തി ആന്റി? അപ്പോഴേക്കും ഗ്രേസമ്മ മുഖം തിരിച്ച് രേവതിക്കുട്ടിയെ തന്നെ നോക്കുകയാണ്. അങ്കിളെന്നും വിളിച്ച് രേവതിക്കുട്ടി ഉറക്കം വിളിച്ചു. അതെ, അതിന്റെ ഇച്ചിരി ഓളിയും കുറയ്ക്കട്ടെ, എന്നിട്ട് നീ ഉറക്കം വിളിക്കാൻ പറഞ്ഞു. എന്തിനാടി എന്നെ വിളിച്ചതെന്ന് ചോദിച്ചിട്ട് മാമച്ചൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അങ്കിളെ, അലീന ചേച്ചി ആ വീട്ടിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. പോയെന്നോ? ഗ്രേസമ്മ അന്തം വിട്ടുപോയി. മാമച്ചനും അങ്ങോട്ടേക്ക് വന്നു.
രേവതിക്കുട്ടി താൻ അറിഞ്ഞ കാര്യങ്ങൾ അത്രയും പറയണം. അതെന്തൊരു പോക്കായിപ്പോയി, നമ്മളോടൊന്ന് പറയുക പോലും ചെയ്യാതെ. ഗ്രഹസമ്മ മൂക്കത്ത് വിരവച്ചു. നാളെ അലീനി ചേച്ചി വിളിക്കും, അപ്പോഴറിയാന്ന് പറഞ്ഞു. അല്ല, എവിടെ ഈ കുളത്തൂപ്പുഴയെന്ന് പറയുന്ന സ്ഥലം? ഗ്രഹസം ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി പറഞ്ഞു, അതെ പുനലൂരിനപ്പുറം ആന്റി, അഞ്ചൽ വഴിയാ പോണേന്നറിയാം. ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് ബ്രിജിത്താമ്മയുടെ കൂടെ. എന്ന് വെച്ചാൽ എനിക്ക് അവിടെ പരിചയമൊന്നും ഇല്ല കേട്ടോ. അവിടുത്തെ ഒരു ഓർഫനേജിൽ പോയതാ. പുനലൂരും ഉണ്ട് ഓർഫനേജ്, അഞ്ചലിലും ഉണ്ടായിരുന്നു. ആരും നോക്കാനില്ലാതെ അത് പൂട്ടിപ്പോയെന്ന് പറഞ്ഞു. രേവതിക്കുട്ടി അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിച്ചു കൊടുത്തു. എന്നാലും ആരോടും പറയാതെ പോയെങ്കിൽ അതിലെന്തോ ഒരു സംഗതി ഉണ്ടല്ലോ. മാമച്ചന് സംശയം അതായിരുന്നു. അല്ല, നാളെ അറിയാലോ എന്ന് രേവതിക്കുട്ടി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ രേവതിക്കുട്ടി മാമച്ചനുള്ള കാപ്പി എടുത്തുകൊണ്ട് സിറ്റൗട്ടിലേക്ക് വരുമ്പോഴത്തേനും ഫോൺ ബെല്ലടിച്ചു. ആ സമയത്ത് മാമച്ചൻ സിറ്റൗട്ടിൽ നിന്ന് പത്രം വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്കളെ, ഇത് പെട്ടെന്ന് പിടിക്കുക, അലീനി ചേച്ചിയെ വിളിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ കപ്പ് സോസറൊക്കെ മാമച്ചന്റെ കൈ പിടിപ്പിച്ചിട്ട് അവളെന്ത് ചെയ്തു, ഫോണും എടുത്തോണ്ട് ഓടി. അങ്ങനെ ഓടിച്ചെന്ന് ഹലോ പറയണം. ഹലോ, നീ എവിടെയാ മോളേന്ന് അലീനയുടെ ശബ്ദം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഒരു നിമിഷം രേവതിക്കുട്ടി വല്ലാതെയായിപ്പോയി. ആ സമയത്ത് രേവതിക്കുട്ടി, അയ്യോ അലീനി ചേച്ചി, ഞാനേ മാമച്ചൻ ഞങ്ങള് കാപ്പി കൊടുക്കുമായിരുന്നു. എണീറ്റപ്പം മുതലേ ഈ ഫോണും കൈ പിടിച്ചോണ്ട് നടക്കുക. എപ്പോഴാ ഇനി അലീനി ചേച്ചി വിളിക്കണേന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ വിളിക്കുമെന്ന് വിചാരിച്ചിരുന്നത് കുറെ സമയം, ഇപ്പോഴെങ്കിലും വിളിച്ചല്ലോ. അല്ല, ഇന്നലെ നിന്നെ രോഹിത്ത് വിളിച്ചില്ലേന്ന് ചോദിച്ചു. വിളിച്ചു. ഞാൻ ശരിക്കും ഉറങ്ങിയത് പോലുമില്ല അലീനി ചേച്ചിയെ കുറിച്ച് ഓർത്തിട്ട്. ഇപ്പൊ എവിടെയാ? കുളത്തൂപ്പുഴ. അതെനിക്കറിയാം കുളത്തൂപ്പുഴയിലാന്ന്. കുളത്തൂപ്പുഴയിൽ എവിടെയാന്ന് പറ. അതെ, ഞാൻ ഇവിടെ മുറിയിൽ ഇങ്ങനെ ബെഡിലേക്ക് ചാരി കിടക്കുവാന്ന് പറഞ്ഞു. എഴുന്നേറ്റില്ലേ? രാവിലെ എഴുന്നേറ്റു, പല്ല് തേപ്പും കുളിയൊക്കെ കഴിഞ്ഞു വന്നു. ബെഡ് കോഫി മുറി കിട്ടി, അതൊക്കെ കുടിച്ചിട്ട് ബെഡ്റൂമില് ഇങ്ങനെ ഇരിക്കുവാന്ന് പറഞ്ഞു. ദേ അലീനി ചേച്ചി, ദേ എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ. എന്താ, എങ്ങനെയാ, ഒന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞു. അലീനി പറയുന്നൊക്കെ സത്യമാണോന്ന് പോലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അത് കേട്ടിപ്പോ അലീനി പറഞ്ഞു, ഞാനിവിടെ റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ ഒരു പഴയ ബംഗ്ലാവിലാ. പക്ഷെ പഴയ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ വീടൊക്കെ, ഒരു കൊട്ടാരം പോലെ ഒരു വീട്, ഒരു മണിമാളികയിൽ പെട്ടതുപോലെ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് അന്തം വിട്ടിരിക്കുക ഞാൻ. ദേ ഞാനങ്ങോട്ട് വന്നാണ്ടല്ലോ ഒരെണ്ണം അങ്ങ് വെച്ചിരും. ഇതെന്തോന്ന് കടങ്കതയോ, മനുഷ്യനെ വെറുതെ മുൾമനെ നിർത്താതെ കാര്യം എന്താന്ന് പറ അലീനി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ദേഷ്യപ്പെട്ടു. പക്ഷെ എന്റെ പൊന്നു മോളെ, ഞാനിപ്പോ ഒരു തരങ്കിലും വീട്ടുതറങ്കില. ഒരു റിട്ടയർഡ് കേണലാ ഇവിടുത്തെ ഭരണാധികാരി. എന്ത് പറയാനാന്ന് പറ. ഇനി അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ അവനെ ഇവിടെ കൊണ്ട് എത്തിച്ചു വിട്ടത്. അതെന്തിനാ അങ്കിള് ചേച്ചി അവിടെ കൊണ്ടേ വിട്ടത്? അതെ, ചേച്ചി അവിടെ എന്തിനാ പോയെന്ന് ചോദിച്ചു. അല്ല, നീ ഒരു റിട്ടയർഡ് മേജർ വീട്ടിലല്ലേ താമസം. അതിനേക്കാളും കൂടിയ റാങ്കിലുള്ള ഒരാളുടെ വീട്ടില് എന്നെ നിർത്തിയാക്കാന്ന് അച്ഛൻ വിചാരിച്ചു കാണും. എനിക്കല്ലേ നിന്നേക്കാൾ സീനിയോറിറ്റി, അതിനനുസരിച്ച് അച്ഛൻ എനിക്കൊരു പ്രൊമോഷൻ തന്നാ. ഓ അലീനി ചേച്ചി എന്നെ ദേഷ്യം പിടിപ്പിക്കും. ഈ കേണലെന്ന് പറഞ്ഞ ആരാ, എന്ത് ചെയ്യുക? ചേച്ചിക്ക് അവിടെ എന്താ ജോലി? അതെ, എനിക്കൊരു ജോലിയില്ല മോളെ. കേരള ആരാന്ന് ഇന്നലെ വരുന്ന വഴിക്കാം ഈ വീട് അടുക്കാറായപ്പോഴും അച്ഛൻ പറഞ്ഞു തന്നേന്ന് പറഞ്ഞു. ആരാ? അതാരാ? രേവതിക്കുട്ടിക്ക് തിടുക്കായി അതാരാന്നറിയാൻ വേണ്ടിയിട്ട്. എന്റെ അച്ഛൻ. അച്ഛനോ? അതേന്നേ, എന്റെ സ്വന്തം അച്ഛൻ. ചേച്ചി എന്താ മനുഷ്യനെ കളിയാക്കുവാണോ? എടി സത്യവാ, ഞാൻ പറ സത്യം, ഞാൻ ഇതിനാ കളിയാക്കുന്നേ. ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ വിശ്വസിക്കില്ലാന്ന് എനിക്ക് അറിയായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ നിന്റെ സ്വന്തം അച്ഛന്റെ അടുത്തേക്കാ കൊണ്ടുപോയെന്ന്. എനിക്ക് ആദ്യം വിശ്വാസമൊന്നുമില്ല. ഇവിടെ വന്നപ്പോഴറിഞ്ഞ റിട്ടയർഡ് കേണലും പറഞ്ഞു നീ എന്റെ മകളാന്ന്. അതെനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ടൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കരയണോ ചിരിക്കണോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പൊ ഒറ്റ സംശയമുള്ളൂ, ഞാൻ അലീന തന്നെയാണോന്ന്, ഇതൊരു സ്വപ്നമാണോന്ന്. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കണേ. രേവതിക്കുട്ടി ഒരു നിമിഷം ഇങ്ങനെ ഉണ്ടായിരുന്നു. കുറെ സമയം കഴിഞ്ഞു പോയി. മോളെ നീ പോയോ? ഇല്ല, എനിക്ക് എന്ത് ഈ കേൾക്കണം വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ഒന്നും കൂടെ മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞു. അതെ, എന്റെ അവസ്ഥ ഇതുപോലെ തന്നെയാ. എനിക്കും ഇതുവരെയായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു ആദ്യം തൊട്ടൊന്ന് വിസ്തരിച്ചു പറ. ശരിയെന്ന് പറഞ്ഞു. പിന്നീട് കടപ്പാട്ട് വീട്ടിൽ നിന്ന് കുളത്തുപ്പുഴയ്ക്ക് പുറപ്പെടുന്നതിന് തലേദിവസം മുതലുള്ള കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് അലീന ഇങ്ങനെ പറഞ്ഞു. അത് കുറെയൊക്കെ മൂളി കേട്ടും എല്ലാം ഇങ്ങനെ രേവതിക്കുട്ടി അത് കേട്ടോണ്ടിരുന്നു. ഒടുവില് അലീന പറഞ്ഞനുസരിച്ച് രേവതിക്കുട്ടി കൊണ്ടുപോയി മാമച്ചന്റെ ഈ ഫോൺ കൊണ്ടുപോയി കൊടുത്തു. അതെ അലീന ചേച്ചി, അങ്കിളിനോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. മാമച്ചൻ ഫോൺ വാങ്ങി. എന്താ മോളെ? അങ്കിളെ പറയാതെ വന്നതിന് സോറി കേട്ടോ. അത് അങ്ങനത്തെ ഒരു സാഹചര്യം ആയി പോയതുകൊണ്ട് പിണക്കൊന്നും വിചാരിക്കില്ല കേട്ടോ.
അപ്പോഴേക്കും മാമച്ചൻ ചിരിച്ചു. ഇല്ല, നീ പറഞ്ഞോ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞ അങ്കിള് ഞെട്ടരുത്. പിന്നെ ഞാനൊരു പട്ടാളക്കാരനല്ലേ, അത്ര പെട്ടെന്നൊന്നും ഞെട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്കിളെ, ഞാനിപ്പോ എന്റെ അച്ഛന്റെ വീട്ടിലാണ്. അച്ഛനെന്ന് പറഞ്ഞ എന്റെ സ്വന്തം അച്ഛൻ, റിട്ടയർഡ് ഗേണൽ സ്റ്റാൻലി ജോസഫ്. ഞെട്ടിയില്ലെങ്കിലും മാമച്ചനാണെങ്കില് അത്ഭുതപ്പെട്ടു പോയി. രേവതിക്കുട്ടി ഇതിനോടൊപ്പം തന്നെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ ചെന്ന് മാലിന്യയിൽ നിറഞ്ഞ കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുവാണ്. പിന്നീട് രേവതിക്കുട്ടി ഗ്രേസമ്മയെ വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് വരുമ്പോഴത്തേനും ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മാമച്ചനും അലീനയും തമ്മില്. അങ്ങനെ ഒടുവില് മാമച്ചൻ ഗ്രേസമ്മയ്ക്ക് ഫോൺ കൈമാറി. ഒടുവില് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാറ്ററി ചാർജ് തീർന്ന പോലെ സംസാരം മുറിഞ്ഞുപോയി. ഗ്രേസമ്മയ്ക്കാണെങ്കിൽ അത്ഭുതവും സന്തോഷവും അടക്കാൻ കഴിഞ്ഞില്ല. ബാറ്ററി ചാർജ് തീർന്നു പോയതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ സംസാരിച്ചാനും. പിന്നീട് ഗ്രേസം പറഞ്ഞു, എന്താണെങ്കിലും അവള് എത്തേണ്ട അടുത്ത് തന്നെ എത്തിയില്ലോ, അവളുടെ അച്ഛന്റെ അടുത്ത് തന്നെ എത്തിയില്ലോ. ബാലേന്ദ്രനെ സമ്മതിക്കണല്ലേ, സ്വന്തം അച്ഛനെ തേടി കണ്ടുപിടിച്ച് അവിടെ തന്നെ എത്തിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാമച്ചന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അങ്ങോട്ട് കൊണ്ട് നടക്കണം. എന്താ മാമച്ചാൻ എന്താ ആലോചിക്കണേ? അല്ല, ഈ സ്റ്റാൻലി ജോസഫ് എന്ന പേര് നമ്മൾ എവിടെയോ കേട്ടില്ലെന്ന് ചോദിച്ചു. അത് ആർമി വെച്ചാണോ അതോ എവിടെയാന്ന്? ശരിയാണല്ലോ, ഗ്രേസമ്മ അത് ഓർത്തു. നിനക്ക് ഓർമ്മയുണ്ടോ? ശരിയാ, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അത് എവിടെ വച്ചാന്ന് എനിക്ക് ഓർമ്മയില്ല. ക്ലബ്ബിൽ വെച്ചാണോ മാമച്ചായ? എന്റെ ഗ്രേസമ്മയെ സഹായിച്ചില്ലേലും വേണ്ടില്ല, വഴി തെറ്റിക്കില്ലേന്ന് പറഞ്ഞു. ഗ്രേസമ്മയെ ആലോചന തുടങ്ങി. എവിടെയോ നല്ല കേട്ട് പരിചയമുള്ള പേര്. കണ്ടിട്ടുണ്ടോ അങ്കിളെന്ന് രേവതിക്കുട്ടി ചോദിച്ചു. കണ്ടതായിട്ട് ഓർമ്മയില്ല, പക്ഷെ ഇങ്ങനൊരു പേര്, അതും റിട്ടയർഡ് ഗേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് തന്നെ പലതവണ കേട്ടിട്ടുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവര് ആലോചിക്കുകയാണ്, എന്താ ഏതാ എങ്ങനെയാ ആ പേര് എവിടെയാ കേട്ടിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ. അവർക്കറിയില്ലല്ലോ ഈ പറയുന്ന റിട്ടയർഡ് ഗേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷെറിന്റെ സഹോദരൻ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണെന്ന്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളത്തെ കഥ വരാട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നോവലിനെ അടിസ്ഥാനപ്പെടുത്തി ഇടുന്ന കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.